വിവാ പ്രശ്നം എന്തിനാ ചേട്ടാ ഞാൻ പൊക്കോട്ടെ. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്. ഉടനെ ഇപ്പൊ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമല്ലേ, അപ്പം ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും പോകുന്നുണ്ടോ? നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഞാനൊന്നും പറയത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ എഗ്രിമെന്റ് കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഓഗസ്റ്റ് വരെയാണ് ഞങ്ങളുടെ കോൺട്രാക്ട്. സോ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ബിഗ് ബോസിലോട്ട് ഗസ്റ്റ് ആയിട്ട് വല്ലതും ക്ഷണിച്ചാ പോവോ? ഉറപ്പായിട്ടും പോകും. അതെന്താ പോകാൻ പറ്റാത്ത വല്ല സ്ഥലമാണോ അത്? അല്ല, പോകും, ഉറപ്പായിട്ടും പോകും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ രേണു ചേച്ചിയുടെ കുറെ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ബിഗ് ബോസിൽ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ചേച്ചിനെ കാണാൻ പോവുകയോ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു? എന്റെ കോൾ ലിസ്റ്റ് നോക്കിയാൽ കാണാം. എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും രേണുസുതി വിളിക്കും, മെസ്സേജ് അയക്കും, വീഡിയോ കോൾ ചെയ്യും. ഞങ്ങൾ ചാച്ചനും അമ്മയൊക്കെ ആയിട്ടാണ് കൂടുതൽ സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മളായിട്ട് പോയി ഒരു ഇൻഫെക്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പോയാലും മാസ്കിട്ട് ദൂരെ നിന്നേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് നമ്മൾ പോവാത്തത്. നമ്മളായിട്ട് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പെട്ടെന്ന് എല്ലാം ഭേദമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് സെലിബ്രിറ്റി ആണ് രേണു ചേച്ചി ആണെങ്കിലും ബിൻസി ആണെങ്കിലും. അതേപോലെ തന്നെ ഇപ്പൊ ഈ വയ്യാതിരുന്നിട്ട് പോലും പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളും, നിനക്ക് ഇതല്ലടി, ഇതിന് മോളി വരണം, നീ മരിക്കണം എന്ന് പറയുന്ന പല ആൾക്കാർ വരുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്ത്? ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ. ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർ ശരിക്കും വിവരമില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അയാൾ അങ്ങനെ പറയാൻ പാടില്ല. അത് ഭയങ്കര മോശമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നൊന്നുമല്ല. ഇപ്പൊ ഞാൻ എന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണുസുതി ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഞാൻ ഇങ്ങനെ അറിഞ്ഞിരുന്നു, കുറെ ഓൺലൈൻ മീഡിയത്തിൽ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ആ തള്ള അവിടെ വരുവാണെങ്കിൽ അവരെ ശരിയാക്കും എന്നാ പറഞ്ഞിരുന്നത്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം വീഡിയോസ് കണ്ട് എനിക്ക് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല പുള്ളിക്കാരിനെ. അവിടെ ചെന്ന് ആദ്യം സംസാരിക്കുമ്പോൾ തൊട്ട് ഇപ്പൊ വരെ രേണുസുതിന്റെ ഫേവറേറ്റ് ആണ്. ചേച്ചി എന്നെ ബിൻസി കൊച്ചിന്ന് വിളിച്ചൊരു മെസ്സേജ് അയക്കും, ചക്കരേമുത്തി അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്. ശരിക്കും നമ്മുടെ സ്വന്തം ചേച്ചീനെ പോലെ തന്നെ പുള്ളിക്കാരി നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യം അറിയാണ്ട് ആരെയും ജഡ്ജ് ചെയ്യാണ്ട് ഇരിക്കുക. പിന്നെ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത്? അതിന്റെയൊക്കെ ആവശ്യം എന്താ? സ്വന്തം ലൈഫ് നോക്കി ജീവിച്ചാൽ പോലെ. അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് പറയുന്നതോട് എനിക്ക് വെറും പുച്ഛം മാറും. ഇപ്പൊ ഈ നെഗറ്റീവ് പറയുന്നതിൽ പല ആൾക്കാരും ചില കാര്യങ്ങൾ പറയുന്നത്, സ്വന്തം മകൻ പോലും തിരിഞ്ഞു നോക്കുക, സ്വന്തം മകനല്ല നോക്കിയിരുന്ന മകൻ പോലും തിരിഞ്ഞു നോക്കാറില്ല. അതിനിടയിൽ ഈ ലാസ്റ്റ് ആയിട്ട് കിച്ച് ഒരു വീഡിയോ ഇട്ടാണ്, എല്ലാവരും വാടകപ്പിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നിട്ട് കുറെ കാര്യങ്ങൾ. ഇത് ഇങ്ങനെയുള്ള ചെയ്യുന്ന അവർക്ക് റീച്ചിന് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല ബ്രോ, ആ കിച്ചുവിന്റെ ഇഷ്യൂനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. കാരണം ഞാൻ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചേച്ചി അത്ര ക്രൂരയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പാവമാണ്. സോ എന്തായാലും ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി, ഇപ്പൊ രേണു ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഇപ്പൊ ചേച്ചിയുടെ കറന്റിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയാവോ? സ്റ്റേജ് ആണ് എന്ന് പറയാവോ? ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. രേണുസുതി ഏറ്റവും ആദ്യം പറഞ്ഞ 1-2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് രേണുസുതിനെ വിളിക്കുമ്പോൾ ഞാൻ എന്റെ FM ഉണ്ട്, ഞാൻ കോട്ടയത്തുണ്ട്. ആ സമയത്താണ് രേണുസുതി വിളിച്ച് പറയുന്നത്. സോ എന്താ എല്ലാവരും പ്രാർത്ഥിക്കുക, പറ്റുന്ന എല്ലാവരും. എനിക്ക് തോന്നുന്നു ഞാൻ ചില ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ട്, ചുമ്മാ ഒരു രേണുസുതിയുടെ വീഡിയോ വെച്ചിട്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിന്ന് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ പോലെ റീച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറെ ആൾക്കാരില്ലേ, നാണമില്ലാണ്ട് രേണുസുതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അരിവാങ്ങി തിട്ടുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി കുറ്റം പറയാണ്ടിരിക്കുക. പറ്റുമെങ്കിൽ നല്ലതെന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത പോലെ പെട്ടെന്ന് ഭേദമാവട്ടെ. അതുപോലെ ഇപ്പൊ വണ്ടി എടുത്ത് നേരിലൊക്കെ ആയി, ഇപ്പൊ വണ്ടി ഓടിച്ച് നോക്കിയോ? ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി എടുത്ത കയറിലായതിന്റെ അനിയത്തിയാണ്, ഞാനല്ല. മരിയാണ് അത് ഓടിച്ചിറക്കിയത്. അപ്പം ചെറുതായിട്ടൊന്ന് സ്ലിപ്പാൻ പോയി. പക്ഷെ ഓക്കെ, ഞാൻ ഇതേലും ഹാപ്പിയാണ് കേട്ടോ. കാരണം 26-ാമത്തെ വയസ്സിൽ കാർ എടുത്തു, 27-ാമത്തെ വയസ്സിൽ ഈ ബൈക്ക് എടുത്തു. ഇനി അടുത്ത വർഷം എന്തെങ്കിലും എടുക്കാൻ പറ്റട്ടെ എന്നുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അത് കാരണം ഞാൻ ഏറി കയറുന്ന എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെ അതിനൊന്നും വീഴത്തില്ല. ഞാൻ അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കി. ഇപ്പൊ ഒരു 10 കണ്ടന്റ് ഉണ്ട് എന്റെ പേജിൽ. അത് തന്നെ അതെല്ലാം റീച്ചും ആയിട്ടുണ്ട്. സോ ഞങ്ങൾ ഫാമിലിയോടെ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, കിട്ടിയില്ലേ? എല്ലാം കിട്ടിയില്ലേ?